നമസ്കാരം, എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാൻഡ് മത്തി വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാനിലെ മത്തി തന്നെ വേണമെന്നില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സീസൺ ബ്രാൻഡിൻ്റെ ക്യാൻഡ് സാർഡീൻസ് ആണ്. അപ്പോൾ ഇത് ഒലിവ് ഓയിലാണുള്ളത്. ഒരു ലേശം ഉപ്പുരസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പല ബ്രാൻഡും മേടിക്കാൻ കിട്ടും. ചെറിയ പുക ചൊവയുള്ള മത്തി ഉണ്ടാവും, പിന്നെ തക്കാളി സോസിലുള്ളതുണ്ടാവും. എന്നാലും ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സീസൺ ബ്രാൻഡിൻ്റെ സാർഡീൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഈ ബ്രാൻഡ് തന്നെ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് കോസ്കോയിൽ നിന്നാണെങ്കിൽ 6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ വാൾമാർട്ടിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും. ഇതിലുള്ള ഒലിവ് ഓയിൽ തന്നെയാണ് നമ്മൾ ഈ മത്തി റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 ക്യാൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ളൊരു സവാള വേണം, നല്ല പുളിയുള്ളൊരു തക്കാളി, 3 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് വേണം, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാനിലുള്ള ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ചൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് എണ്ണ പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തയ്യാറാക്കി എടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒരു 2-3 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ചെറു തീയിൽ വേണം വഴറ്റി കൊടുക്കാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ഗ്രേവിയിൽ ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ അവസാനം ഇതുപോലെ പച്ചമുളക് ചേർത്തെടുക്കുകയാണെങ്കിൽ പച്ചമുളക് വാടിയ ഒരു ടേസ്റ്റ്, നല്ലൊരു മണം കൊടുക്കും നമ്മുടെ ഈ മത്തി റോസ്റ്റിന്. ഇനി ക്യാനിലുള്ള മത്തി കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മത്തി അധികം ഒന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. എങ്കിലേ ആ മത്തിയിലോട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള മത്തിയാണ്, അപ്പം നമ്മൾ ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, ഇപ്പം നമ്മുടെ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വിളമ്പുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു സ്വാദും മണമൊക്കെ ഉണ്ടാവുന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് എടുത്തിട്ട് കപ്പയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്യാൻഡ് മത്തി തന്നെ വേണമെന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തിയാണെങ്കിലും അല്ലെങ്കിൽ നല്ല ദശ കട്ടിയുള്ള ഏതെങ്കിലും മീൻ വെച്ചിട്ടാണെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.